വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇതെല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടായിരിക്കും. എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇഷ്ടം കൂടിയപ്പോൾ ഞാൻ ഒരെണ്ണം വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കായ്ച്ചിട്ട് ആദ്യമായിട്ട് പഴുത്തേക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഒന്ന് പറിച്ചെടുക്കാം, പഴുത്തത് നോക്കിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീടിൻ്റെ മുകളിൽ ടെറസിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നെറ്റൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഒരു റെഡ് കളറിലാണ് ഉണ്ടാകുന്നത്. പല ടൈപ്പ് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇത് റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആപ്പിളിൻ്റെയൊക്കെ ഒരു ലുക്കാണ് കേട്ടോ. എൻ്റെ മോള് പറയണത് ഇത് ആപ്പിളാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് നമുക്ക് പഴുത്തത് നോക്കിയിട്ടൊക്കെ പറിച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു പുഡിങ് റെസിപ്പിയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനി പല റെസിപ്പീസും പ്രതീക്ഷിക്കാം കേട്ടോ ഈ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പല ഐറ്റംസായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ പുഡിങ്ങിന് ആവശ്യമുള്ള നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കിയെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് ബേസിൽ ലീവ്സും കൂടി പറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുൾ ജാർ സോഡ ട്രെൻഡിങ് ആയ ടൈമിൽ വാങ്ങിച്ചതാണ് ബേസിൽ സീഡ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പാവി നോക്കി. അപ്പോൾ നന്നായിട്ട് മുളച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല്, നല്ല സ്മെല്ല് കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ആവശ്യമുള്ള പാഷൻ ഫ്രൂട്ടും ബേസിൽ ലീവ്സും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പുഡിങ് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഈ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് വരും. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഇത് ഫുള്ളായിട്ട് അലിയിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ പൾപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിപ്പുള്ളൊരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം കുറച്ച് കൂടുതൽ ചേർക്കണം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. വേറെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിക്സിയിലിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്താൽ പുഡിങ് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ പൾപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ പുളിപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. പക്ഷേ ഇത് അത്യാവശ്യം നല്ല പുളിപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് വേറെ, ജ്യൂസ് വേറെ ആയിട്ട് എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഡെക്കറേഷനായിട്ട് ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ പുഡിങ്ങിലേക്ക് ഈ പൾപ്പും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഈ പൾപ്പും കൂടി ചേർത്തിട്ട് അടിക്കണ്ട. കാരണം കുരുവൊക്കെ ഉള്ളതുകൊണ്ട് അരഞ്ഞു പോകും കുരുവൊക്കെ. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരില്ലേ. അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ജ്യൂസ് മാത്രം ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ആവശ്യമുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം കാണും ഇത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അമുലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അമുലിൻ്റെ വിപ്പിംഗ് ക്രീം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് 250 ml ഒരു പാക്കാണിത്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടത് അമുലിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമുലിൻ്റെ ചേർക്കുന്നത്. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ പല ടൈപ്പിലുള്ള വിപ്പിംഗ് ക്രീമും അത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതാണെങ്കിൽ അത് ചേർക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നല്ല തിക്നെസ് കിട്ടും. ലാസ്റ്റായിട്ട് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അളവുകളൊക്കെ സെയിം ആണ് കേട്ടോ. ക്രീമും സെയിം ആണ്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ അളവും സെയിം ആണ്, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവും സെയിം ആണ്. ഏകദേശം ഒരു 250 ml വെച്ചിട്ട് വരും എല്ലാം. ഞാനിപ്പോൾ ഈ കൂട്ട് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ആ ജാറൊന്ന് ചെറുതായിരുന്നു, അതുകൊണ്ട് വേറൊരു വലിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ജലാറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 1 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു പുഡിംഗ് ഡിഷിലേക്ക് പകർത്തിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പുഡിംഗ് ഡിഷാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇങ്ങോട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ 2-3 പാത്രങ്ങളിലായിട്ട് നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കാനായിട്ട് വയ്ക്കാം ഫ്രിഡ്ജിൽ.
ഏകദേശം ഒരു 4 മണിക്കൂർ നന്നായിട്ട് സെറ്റ് ആവണം ഇത്. ഇപ്പോൾ ഞാനിത് 3 പാത്രങ്ങളിലേക്കായിട്ട് പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെച്ച പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൊടുമ്പോൾ ഒട്ടിയൊന്നും പിടിക്കണില്ല. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇത് എടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഗ്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇതിന് അത്യാവശ്യം പുളി ഉണ്ടാവും. നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും കറക്റ്റ് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൾപ്പ് ചേർത്ത് കൊടുക്കണം എന്തായാലും. ഇപ്പം നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ബേസിൽ ലീവ്സും ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസ് ഇനിയും കിട്ടുവാനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.